സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂട്ടയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ മേരി ജോർജ്. ഇതിപ്പോൾ സ്വർണ്ണവില നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. ഇന്നും ഇപ്പോൾ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ശുഭസൂചനയെ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും ശുഭസൂചനയായിട്ട് അതിനെ കാണാൻ കഴിയുകയില്ല. അതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വീണ്ടും മുകളിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫെഡറൽ റിസർവ് സിസ്റ്റം പിന്നെ അമേരിക്കൻ ഡോളറിന്റെ, അതായത് അവരുടെ ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറച്ചിരിക്കുന്നു. ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറയ്ക്കുക എന്ന് വെച്ചാൽ അത് വലിയ ഇടിവാണ് ഡോളറിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുക. അതായത് ഡോളറിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവര്, അതായത് ലോകത്തെ നിക്ഷേപിക്കാൻ സാധ്യതയുള്ള വൻ ശക്തികള്, അത് വ്യക്തികളാകട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകട്ടെ ആരുമാകട്ടെ, അവര് പിന്നെ 2 ചോയ്സ് ഏറ്റവും പ്രധാനമായിട്ട് അവർക്കുള്ളത്. ഒന്ന് ഡോളർ, ഒന്ന് അമേരിക്കൻ ഡോളർ, ഒന്ന് സ്വർണം. അപ്പൊ ഈ അമേരിക്കൻ ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് റേറ്റ് കുറയുന്നു എന്നർത്ഥം. അപ്പോ അതുകൊണ്ട് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നവരൊക്കെ അത് സ്വർണത്തിലേക്ക് മാറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ ഫെഡറൽ റിസർവ് സിസ്റ്റം 0.5% കുറച്ചു. മാത്രമല്ല ഇനി അടുത്ത ഡിസംബറിന് മുൻപായിട്ട് വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജെറോം പവൽ പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയും അമേരിക്കൻ ഡോളറിന്റെ റേറ്റ് ബാങ്ക് പലിശ കുറയും. അപ്പൊ ഡോളറിന്റെ മൂല്യം മറ്റ് കറൻസീസുമായിട്ട് മൂല്യത്തിൽ ചെറിയ കുറവുണ്ടാകും. ഇതൊക്കെ കാരണം അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവർ പോലും എത്രയും നേരത്തെ തന്നെ അത് സ്വർണത്തിലേക്ക് ആക്കും. സ്വർണത്തിലേക്ക് ആക്കാതിരുന്നേനെ ഓഹരി വിപണി സ്റ്റഡി ആയിരുന്നെങ്കിൽ. ഓഹരി വിപണി ഒട്ടും സ്റ്റഡിയല്ല. അപ്പൊ ആകെ വിശ്വസിക്കാവുന്നത് സ്വർണം മാത്രമാണ്. അതുകൊണ്ട് സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപം ഉണ്ടാകും. സ്വർണത്തിന്റെ വില 82,000 മുകളിലേക്ക് ഇനിയും പോകും. അതുകൊണ്ട് ആശ്വസിക്കാൻ സമയമായിട്ടില്ല. പക്ഷേ അവിടെ ചില പ്രഭാകിരണങ്ങൾ ഉണ്ട്. എന്താണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് സംസാരം അത് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ്, അതായത് ഈ മാസാവസാനം തന്നെ വീണ്ടും ചർച്ചയുണ്ടാകും. അതിനു മുൻപ് തന്നെ എന്താ പറയുക, പിന്നെ ടെലിഫോണിക് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചർച്ചകൾ നടത്തി ഈ മാസം തന്നെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ പിഴത്തീരുവ കുറച്ചു കൊണ്ടുവന്നാൽ, അതുപോലെ തന്നെ ബ്രസീലിന്റെ മേലിലും പിഴത്തീരുവ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ട്രംപ് ഏതൊക്കെ രാജ്യങ്ങളുടെ മേൽ പിഴത്തീരുവ ചുമത്തിയിട്ടുണ്ടോ അതൊക്കെ താഴേക്ക് കൊണ്ടുവരുന്ന പക്ഷം ആഗോള വ്യാപാര യുദ്ധം കുറയും. വ്യാപാര യുദ്ധം കുറയുന്നതിനനുസരിച്ച് സ്വർണത്തിന്റെ നിക്ഷേപം കുറെയൊക്കെ ഓഹരിയിലേക്കും അതുപോലെ കുറെയൊക്കെ അമേരിക്കൻ ഡോളറിലേക്കും തിരിച്ചു പോകും. അങ്ങനെ പോകുന്ന പക്ഷം ഈ മാസാവസാനത്തോടെയെങ്കിലും സ്വർണത്തിന്റെ വിലയിൽ താഴേക്ക് ഒരു കുതിപ്പുണ്ടാവില്ല, താഴേക്ക് ഒരു ഗതി, താഴേക്കുള്ള ഒരു പോക്ക് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് കാണുന്ന ഈ താഴേക്കുള്ള പോക്ക് നിശ്ചിതമായ പോക്കല്ല, അത് തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെ പോകും. അതിന്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന വരുമാനം കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ നേരെ സ്വർണത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് നാളെ ആകുമ്പോഴേക്കും നമ്മൾ കേൾക്കുന്നത് സ്വർണത്തിന്റെ വില വീണ്ടും 82,000 മുകളിൽ പോയി എന്ന വാർത്തയായിരിക്കും. താങ്കളുടെ ഒരു പ്രവചനത്തിൽ എത്ര വരെ കുറയാനാണ് സാധ്യത സ്വർണത്തിന്? സ്വർണത്തിന്റെ വില ഇനി കുറയാൻ സാധ്യതയില്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ കേൾക്കും ലോക വിപണിയില് പിന്നെ സ്വർണത്തിന്റെ വില 82,000 ക്രോസ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് കേൾക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ ഡോളറും സ്വർണവും തമ്മിൽ അവിഭാജ്യ ബന്ധമാണുള്ളത്. അമേരിക്കൻ ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കുന്നവർ പോലും സ്വർണത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ സ്വർണത്തിന്റെ വില കൂടാതെ നിവൃത്തിയില്ല. ശരി, വളരെ നന്ദി ശ്രീ മേരി ജോർജ് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.